ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചേർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഇതിൻ്റെ സാരാംശം ആവശ്യത്തിനുള്ള അറിവ് എന്നാകുന്നു. മഹാദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് കിട്ടിയ അറിവുകളും ജ്ഞാനവും പരിജ്ഞാനവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം. നാം എപ്പോഴും ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ ആയിരിക്കണം. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആദ്യപടി സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെ സ്വീകരിക്കുക എന്നതാണല്ലോ. പൗലോസ് അപ്പോസ്തലൻ മറ്റൊരിടത്ത് തൻ്റെ വായനക്കാരെ ഓർപ്പിക്കുന്നത് സമ്പത്തിൻ്റെ പരിജ്ഞാനത്തിൽ വരിക, എന്നാൽ ദൈവകൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ് നമുക്കിവിടെ അദ്ദേഹം തരുന്ന ആലോചന. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സമ്പത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരണം എന്നാണ്. എന്നാൽ ഈ സന്ദേശം കർത്താവിൻ്റെ സ്വന്തം വാക്കുകളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ നമ്മെ നിർബന്ധിക്കുന്നു. ഞാൻ സത്യം ആകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവകൃപ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, സത്യത്തിൻ്റെ പരിജ്ഞാനം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. സമ്പത്തിൻ്റെ പരിജ്ഞാനം മാത്രമല്ല, ആത്മീയ പരിജ്ഞാനവും വേണം. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴുള്ള പരിജ്ഞാനത്തോടെ വേണം കയറി ചെല്ലാൻ. അതെ, അതുപോലെ തന്നെ ആഹാരം മുമ്പിൽ വരുമ്പോഴും പരിജ്ഞാനത്തോടെ, മുമ്പിലിരിക്കുന്ന ആരാധന മനസ്സിലാക്കി സംസാരിക്കുന്നതും പരിജ്ഞാനത്തോടെ. അങ്ങനെയൊക്കെ നമ്മൾ ദൈവം തന്ന പരിജ്ഞാനത്തെ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ അനുഗ്രഹങ്ങളും നന്മകളും അതിലൂടെ ലഭിക്കും, മാന്യതയും ലഭിക്കും. പരിജ്ഞാനമില്ലാകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന് വായിക്കുന്നുണ്ടല്ലോ. പലർക്കും ആ പരിജ്ഞാനമില്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവുമില്ല. ദൈവമേന്ന് വിളിക്കുന്നെങ്കിലും ദൈവം ആരെന്ന് അവർക്കറിയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ആരെന്നറിയണം. ആരെന്നറിയണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കണം, അതിൽ ലയിച്ചിരിക്കണം, അതിൽ സ്തോത്രം ചെയ്യണം. അങ്ങനെ നമ്മൾ ധ്യാനിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും, നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ ദൈവം ആരെന്ന് നമുക്ക് അറിയാൻ പറ്റും. കർത്താവിൻ്റെ നാമം അങ്ങനെ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് പറയുന്നു, അതെ, എല്ലാ ദൈവമക്കൾക്കും ഈ വിധ അനുഗ്രഹങ്ങളും നന്മകളുമുണ്ട്. അതെ, ഒന്നും അറിവില്ലാത്ത തെറ്റിദ്ധരിക്കപ്പെടുന്ന കൊരിന്ത്യരോട് അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ പൗലോസ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ പരിജ്ഞാനം എന്നാൽ എന്ത്? കൊലോസ്യർ 2:3 പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമ്മെ നയിക്കട്ടെ. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ദാനം എന്നാൽ ക്രിസ്തുവിൻ്റെ എല്ലാ പരിജ്ഞാനവുമാണ്. കാരണമുണ്ട്. എന്താ കാരണം? എല്ലാ പരിജ്ഞാനവും അവനിൽ തുടങ്ങിയിരിക്കുന്നു. അതെ, ഖനികളിൽ നിന്ന് വിലപിടിപ്പുള്ള ലോഹങ്ങൾ കുഴിച്ചെടുക്കുന്നത് പോലെ ക്രിസ്തുവിൽ നിന്ന് പരിജ്ഞാനത്തിൻ്റെ വിലയേറിയ സമ്പത്തും ലഭിക്കുന്നു. സ്വർണം ഭൂമിയിലെ ഖനിഗർഭത്തിൽ നിന്നും കുഴിച്ചെടുക്കുവാൻ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടതയും ഉണ്ടാകും. എന്നാൽ അത് വളരെ വിലയേറിയതാണ്. ആ വിലയേറിയതായ ആ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയാണ്. എന്താണ് ഇവിടെ വിലയേറിയ സമ്പത്ത്? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, ക്രിസ്തു തന്നെ, ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ. അതാണ് നമുക്ക് വിലയേറിയത്. അത് ലോകം തരുന്നതല്ല, സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന വിലയേറിയ ചില കൃപകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ച അതേ രക്ഷയും സന്തോഷവുമാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ നിന്നും കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ, അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനകളുണ്ട്. കർത്താവിനെ അറിയുക, അവനെ സ്നേഹിക്കുക, അവൻ്റെ സ്നേഹം നാം മനസ്സിലാക്കുക, അവനെ സേവിക്കുക. തങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തവനെ സേവിക്കുന്ന പലരുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് കൊണ്ട് കർത്താവിനെ എങ്ങനെ സേവിക്കണം? തീഷ്ണത കൊണ്ട് സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയട്ടെ.
അപ്പോൾ യഥാർത്ഥ പരിജ്ഞാനമില്ലെങ്കിൽ അത് വ്യർത്ഥമാണല്ലോ. അപ്പോൾ ക്രിസ്തു എന്ന സത്യത്തെ മനസ്സിലാക്കുന്നതോടുകൂടി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ആരംഭിക്കുന്നു. അങ്ങനെ യഥാർത്ഥ പരിജ്ഞാനം നമ്മുടെ സ്വഭാവത്തിൽ അത് പ്രസരിപ്പിക്കുന്നത് വരെ ഈ പരിജ്ഞാനം നമ്മിൽ വളർന്നുകൊണ്ടിരിക്കണം. ഒടുവിലായി കർത്താവിൻ്റെ സന്നിധിയിൽ അവനോടൊപ്പം വളരുമ്പോഴും നാം എങ്ങനെ ഉള്ളവരായിരിക്കണം? വളരെ താഴ്മയുള്ളവരായിരിക്കണം. അങ്ങനെ നമുക്ക് പറ്റുമോ? പറ്റും. നമ്മളെ തന്നെ താഴ്ത്താം. വലിയവനായ ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുണയാവട്ടെ. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ ഓർക്കട്ടെ. കർത്താവേ എന്നുള്ള വിളിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ക്രിസ്തുവിലുള്ള ജ്ഞാനത്തിനായി നന്ദി പറയുന്നു. ഞാൻ വേണ്ടും പോലെ ജ്ഞാനത്തിന് വില കൽപ്പിച്ചിട്ടില്ല എന്ന് ഏറ്റുപറയുന്നു. ഞാൻ കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എന്നെ സഹായിക്കണം. ഈ വചനം അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.